സാന്ത്വനം 2025 എന്ന പേരിൽ വടകര വൈസ്മെൻസ് ക്ലബ്ബ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം വൈസ്മെൻസ് റീജിയണൽ ഡയറക്ടർ കെ.എം. ഷാജി നിർവഹിച്ചു. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. സാന്ത്വനം 2025 എന്ന പേരിൽ വടകര വൈസ്മെൻസ് ക്ലബ്ബ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം RPF ഇൻസ്പെക്ടർ ഉപേന്ദ്രകുമാറിന് റാമ്പ് ആൻഡ് വീൽചെയർ കൈമാറിക്കൊണ്ട് വൈസ്മെൻസ് റീജിയണൽ ഡയറക്ടർ കെ.എം. ഷാജി നിർവഹിച്ചു. ക്ലബ്ബ് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സർവീസ് പ്രൊജക്റ്റിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. വൈസ്മെൻ ഇന്റർനാഷണലെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ ഈ പ്രൊജക്റ്റിലൂടെ നൽകുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, കേരളത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു സ്റ്റേഷനിലാണ് ഇതേ രീതിയിലുള്ളൊരു റാമ്പ് വിത്ത് വീൽ ചെയർ നൽകുന്നത്. ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ഇവിടെ മുന്നേ സംസാരിച്ച ആൾക്കാരൊക്കെ സംസാരിച്ചു. ഇതിന് പ്രത്യേകിച്ച് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത് പറയുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് തന്നെ ഒത്തിരി അനുഭവങ്ങൾ ട്രെയിനിനകത്ത് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പല രോഗികൾക്കും പെട്ടെന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ക്യാൻസർ പേഷ്യൻസൊക്കെ വരുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങാനും അവരെ തിരിച്ച് ട്രെയിനിലേക്ക് കയറ്റാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഏതായാലും വടകര സ്റ്റേഷനിലെ ആ അനുഭവത്തിന് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഇതിവിടെ ഇതിന് നേതൃത്വം നൽകിയ വടകര വൈസ്മെൻ ക്ലബ്ബിനെ, വൈസ്മെൻ ഇന്റർനാഷണലിന് വേണ്ടിയിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. തുടർന്നും ഇവരെ ഒത്തിരി പ്രവർത്തനങ്ങൾ ഈ മേഖലകളിൽ ഇവിടെ നടത്തുന്ന ഒരു ഏറ്റവും നല്ല ആക്റ്റീവായ ഒരു ക്ലബ്ബാണ് വൈസ്മെൻ ക്ലബ്ബ് വടകര. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന യാത്രക്കാർക്ക് അനായാസം ട്രെയിനിൽ കയറുവാനും ഇറങ്ങുവാനും സൗകര്യമുള്ള കേരളത്തിലെ രണ്ടാമത്തെ സ്റ്റേഷനായി മാറിയിരിക്കുകയാണ് വടകര റെയിൽവേ സ്റ്റേഷൻ. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ള യാത്രക്കാർക്ക് വേണ്ടി സാധാരണ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വീൽ ചെയർ നൽകാറുണ്ട്. പക്ഷേ വടകര റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ നൽകാൻ പോകുന്നത് റാമ്പ് വിത്ത് വീൽ ചെയറാണ്. അതിൻ്റെ ഉദ്ദേശം യാത്രക്കാരെ, പ്രയാസം അനുഭവിക്കുന്ന യാത്രക്കാർക്ക് അവരുടെ റിസർവേഷൻ കോച്ച് വരെ അവരുടെ ബർത്തിലോ അല്ലെങ്കിൽ സീറ്റിലോ പോകാൻ വേണ്ടി സൗകര്യമുള്ള റാമ്പ് ആൻഡ് വീൽ ചെയറാണ് നൽകുന്നത്. വടകര വൈസ്മെൻ ക്ലബ്ബാണ് ഈ വീൽ ചെയർ വടകര സ്റ്റേഷന് നൽകുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സൗകര്യമുള്ളൂ. വടകര റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിൽ രണ്ടാമതായി ഇത്തരത്തിലുള്ള ഒരു വീൽ ചെയർ നൽകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ളത്, വീൽ ചെയർ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഈ വീൽ ചെയർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് സ്റ്റേഷൻ മാസ്റ്ററുടെയും അതുപോലെ തന്നെ RPFൻ്റെയും സമ്മതത്തോടു കൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം ഇത് വണ്ടി ഇവിടെ 2 നിമിഷം മാത്രമാണ് നിൽക്കുന്നത്. സാധാരണഗതിയിൽ നൽകുന്നത് ട്രെയിൻ സ്റ്റാർട്ടിംഗ് സ്റ്റേഷനിൽ മാത്രമാണ്. പക്ഷേ വടകരയെ സംബന്ധിച്ചിടത്തോളം 2 മിനിറ്റ് മാത്രമേ വണ്ടി നിർത്തുകയുള്ളൂ. അപ്പോൾ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ആളെ കയറ്റി ആ റാമ്പ് മാറ്റണം. അപ്പോൾ അത് സ്റ്റേഷൻ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്റ്റേഷൻ മാസ്റ്ററാണല്ലോ സിഗ്നലുകളെല്ലാം നൽകുന്ന ആൾ. അപ്പം നമ്മൾ അത് ഉപയോഗിക്കുന്ന ആളുകൾ നേരത്തെ സ്റ്റേഷൻ മാസ്റ്ററെയും RPFനെയും കാണേണ്ടതാണ്. അതിനുശേഷം മാത്രം ഉപയോഗിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ വീൽ ചെയർ ഉപയോഗിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള തീരെ വയ്യാത്ത യാത്രക്കാർ മാത്രമാണ് എന്ന് കൂടി ഈ അവസരത്തിൽ പറയുന്നു. അരവിന്ദ് കിങ്സ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റേഷൻ സൂപ്രണ്ട് മനീഷ് TP, വത്സലൻ കുനിയിൽ, വൈസ്മെൻ ഇന്ത്യ ഏരിയ സർവീസ് ഡയറക്ടർ അരവിന്ദാക്ഷൻ പുത്തൂർ, മണലിൽ മോഹനൻ, PP രാജൻ, VP ബൈജു, സതീഷ് ബാബു, PP ബിനീഷ്, TM ധന്യ, K ബാലൻ, KP രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ.